വികസന പത്രിക തയ്യാറാക്കി ഈ മുന്നണി സംവിധാനങ്ങൾക്കെല്ലാം കൊടുക്കുക, അതിൻ്റെ ലീഡർഷിപ്പിന് കൊടുക്കുക. ഓക്കെ. അവരിൽ ആരൊക്കെയാണ് അതിൽ 1, 2, 3 പ്രയോറിറ്റി നിശ്ചയിച്ച് ചെയ്തു തരാൻ കഴിയുമെന്ന് പറയുന്നത്, ഉറപ്പ് തരുന്നത്, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു നിലപാട്. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും 50 കൗൺസിലർമാർ എന്നെ പിന്തുണച്ചാൽ 50 കൗൺസിലർമാർ പിന്തുണച്ചു എന്ന് ഞാൻ കണ്ടാൽ പോരെ? ഞാൻ എന്തിന് ഏതെങ്കിലും പാർട്ടിയുമായി ഒപ്പിട്ട് കരാർ ഒപ്പിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നതേ ഇല്ല. VS പക്ഷക്കാരൻ, അല്ല കടുത്ത VS അനുകൂലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആക്രമണം നേരിടേണ്ടി വന്നു. ഒരു മേൽക്കൈ നേടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പരസ്യമായി തല്ലുക, പരസ്യമായി തല്ലുമ്പോൾ കൂടെയുള്ളവർ സ്കാറ്റർ ചെയ്യപ്പെടും, ചിതറിപ്പോവും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നോട് പറയുകയാണ്, നിങ്ങളെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. അതായത് ഈ 10-200 പേരോടൊപ്പം നിന്ന ഈ സ്ഥാനാർത്ഥി, ഈ മഹാനായ സ്ഥാനാർത്ഥിയെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം ചെന്ന് അങ്ങോട്ട് കയറി പടപടാന്ന് അടിച്ചു എന്നാണ് മ്യൂസിയം പോലീസ് FIR ഇട്ടിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥിയാണല്ലോ. ആണ്, അതെ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഇക്കുറി നടന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അവിടെ 50 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP വന്നത് തന്നെയാണ് വലിയ വാർത്ത. ആ വലിയ വാർത്തയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇവിടെ ഒരു സ്വതന്ത്രൻ വിജയിച്ചു. കണ്ണമ്മൂല വാർഡിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹം മറ്റ് പ്രതിയോഗികളെ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥികളെ വലിയ രീതിയിൽ മത്സരിച്ച് പരാജയപ്പെടുത്തി മെമ്പറായിരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് പറയാം അദ്ദേഹം ഒരു കിങ് മേക്കർ ആയിരിക്കുകയാണ് എന്ന്. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തീരിക്കുന്നത്. നമസ്കാരം, ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലസ്ഥാന ജില്ലയിലെ ഏറ്റവും തലക്കനമുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഭരണസിരാ കേന്ദ്രം അതൊക്കെ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നും എല്ലാ മുന്നണികൾക്കും ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമാണ്. അവിടെയാണ് ഒരു സ്വതന്ത്രനായി വിജയിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു, ഈ വിജയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാനിപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു ഭരണപരമായ ബലാബലം അതൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ല. ഓക്കെ. ഞാനൊരു 3.5 പതിറ്റാണ്ട് കാലമായി കണ്ണമൂല വാർഡിലെ സാധാരണ മനുഷ്യരോടൊപ്പം പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ആതുര സേവനവും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനവും എല്ലാം നടത്തി വരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വലിയ നേതാവായി വന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തച്ച് തകർക്കാം എന്ന് കരുതി മത്സരിച്ചതല്ല. ഞാൻ ആളുകളുടെ ഒരു പ്രതിനിധിയായി എല്ലാ പാർട്ടികളെയും അതിജീവിച്ച് അവരെല്ലാം മറികടന്ന് എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായി. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കടുത്ത പ്രതിസന്ധികൾ, നിരവധിയായ ആക്രമണങ്ങൾ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ജയിച്ച് കയറണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മത്സരിക്കാൻ ഇറങ്ങിയതാണ്. ഓക്കെ. അല്ല, ഞാനത് ചോദിക്കാൻ കാര്യം, മറ്റ് സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ പഞ്ചായത്താണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ നഗരമേഖലയിൽ അവിടെ ഒരു സ്വതന്ത്രം ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഈ തീരദേശത്തൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗമാണ്. താങ്കൾ പറഞ്ഞതുപോലെ കണ്ണമൂല വാർഡ് എല്ലാത്തരം ആളുകളും, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാത്തരം ആളുകളും, സാധാരണ മനുഷ്യർ, ദരിദ്ര ജനങ്ങൾ, സമ്പന്നർ ഒക്കെ താമസിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലകളിൽ നിന്നെല്ലാം നന്നായി വോട്ട് കിട്ടി വിജയിക്കാൻ കഴിഞ്ഞത് ആളുകളുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടാണ്. ആളുകളുടെ പ്രശ്നങ്ങളിൽ, ദൈനംദിന പ്രശ്നങ്ങളിൽ, അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ മുഴുവൻ സമയ പ്രവർത്തകനായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കിട്ടിയതാണ് ഈ വിജയം. എങ്ങനെയായിരുന്നു? കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു 7.5 വർഷം കാലം തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്നു. പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്നീ പദങ്ങൾ അലങ്കരിച്ചു വന്നു. അപ്പോഴും ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടാൻ സാധിച്ചു? അവർക്കിടയിലേക്ക് എങ്ങനെ ഇത്രയേറെ കടന്നു കയറാൻ ചെയ്തു? ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും യുവജന സംഘടനാ പ്രവർത്തനവും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനവും എല്ലാം നടത്തുന്നതിനോടൊപ്പം മാധ്യമ മേഖലയിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ 7.5 വർഷം 5 ടേമുകൾ പ്രവർത്തിച്ചു. ഞാൻ ആദ്യം അവിടെ ജയിക്കുന്നത് 8 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ അത് കഴിഞ്ഞ് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായി 158 വോട്ടിൻ്റെ മെജോറിറ്റിക്ക് വിജയിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴും പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോഴും അത് ഒരു സാമൂഹ്യ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ മേഖലകളിലും, നാട്ടിലും മാധ്യമപ്രവർത്തകരുടെ വെൽഫെയറിന്. ഇപ്പം പ്രസ് ക്ലബ്ബിലെ നിങ്ങൾക്കൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ, പ്രസ് ക്ലബ്ബ് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം പോലെ നിൽക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ വെൽഫെയറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ സമയം, അപ്പോൾ അതൊരു കമ്മിറ്റഡായി പ്രതിബദ്ധതയോടെ ഈ മേഖലകളിലെല്ലാം പ്രവർത്തിച്ചു. ഒരിടത്തുനിന്നും മാറി നിന്നില്ല. അതുപോലെ ഈ റെസിഡൻസ് അസോസിയേഷൻ,
എൻ്റെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത് 94-ലാണ്. ഏതാണ്ട് 31 കൊല്ലം മുമ്പ് തുടങ്ങിയ കാലം മുതൽ ഇക്കാലം അത്രയും ഓക്കെ. അതിൻ്റെ ഭാരവാഹിയായും അല്ലാതെയുമൊക്കെ സജീവമായ പ്രവർത്തനം. ആളുകൾ അപ്പോൾ വിളിച്ചാൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കൊരു അതെ, സ്വീകാര്യത. ആളുകൾ വിളിച്ചാൽ മാറി നിൽക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയക്കാരുടെയും കാര്യങ്ങളിൽ അവരുടെ രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരടക്കം എനിക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്ന സ്ഥിതിയുണ്ടായി. ഇതൊരു മാതൃകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഒരു 10-25 സ്വതന്ത്രന്മാരൊക്കെ മത്സരിക്കാൻ അല്ല, ഇങ്ങനെ ഈ ഒരു എനിക്ക് എൻ്റെ മാതൃക എൻ്റെ വ്യക്തിപരമായ മാതൃകയല്ല, ഞാൻ പറഞ്ഞൊരു പൊതു മാതൃക. ഈ കാര്യങ്ങളിൽ ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മത്സരിക്കാൻ വിജയിക്കാനും രാഷ്ട്രീയത്തിനപ്പുറം കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കക്ഷി നിലയാണ്. 51ലേക്ക് വേണമെങ്കിൽ BJPക്ക് പോകാം അങ്ങയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഇന്ത്യ സഖ്യം വേണമെങ്കിൽ CPM-നും കോൺഗ്രസിനും രൂപീകരിക്കാം താങ്കളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കാരണം BJPക്ക് 50 അംഗങ്ങളെ വിജയിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ 51ലേക്ക് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ 52ലേക്ക് എത്താൻ സാധിച്ചില്ല. ആ ഒരു മാജിക് ഫിഗറിൽ എത്താൻ വളരെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. എല്ലാ കക്ഷികളും സ്വാഭാവികമായും ബന്ധപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? അല്ല, ഞാൻ ഈ തിരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഒരാളിൻ്റെ മെജോറിറ്റി അല്ലെങ്കിൽ ഒരാളുടെ കുറവ് ഒക്കെ വരുമ്പോൾ അയാളെ മാറ്റി നിർത്തുന്നു, അയാളുമായിട്ട് ചർച്ച നടത്തുന്നു, അയാളെ കാണാനില്ല, അയാളെ ഫോൺ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ എല്ലാവരോടും, നിങ്ങളടക്കം മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും വിളിച്ചവരോടൊക്കെ സംസാരിച്ചു. ഒരിടത്തും മാറി നിന്നില്ല. ഞാൻ റോഡിൽ തന്നെ നിൽപ്പുണ്ട്, വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ പിന്നെ ഒരു കാര്യമുള്ളത്, ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്നാൽ ഞാനല്ല വേറൊരാളാണെങ്കിലും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായി അടുപ്പവും ബന്ധമൊക്കെ ഉണ്ടാവും. ആ പരിഗണന തന്നുകൊണ്ട് തന്നെ പലരും വളരെ സ്നേഹത്തോടെ തന്നെ വിളിച്ചു. ആദ്യം മുതൽ പിന്തുണ അഭ്യർത്ഥിച്ചവരുണ്ട്. ഒരുപാട് നേതാക്കൾ, വിവിധ പാർട്ടികൾപ്പെട്ട ആളുകൾ നേരിട്ട് വന്ന് സംസാരിച്ചവരുണ്ട്. അതൊക്കെ പല ഘട്ടങ്ങളിൽ ഞാൻ തന്നെ പരസ്യമായി പറഞ്ഞതാണ്. ചില ആളുകളെ കാണാൻ പോയപ്പോൾ മീഡിയ ഉണ്ടായിരുന്നു, അവരെല്ലാം മാധ്യമങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതൊന്നും എൻ്റെ ഒരു തീരുമാനത്തെ ബാധിക്കുന്നതേ അല്ല. എൻ്റെ തീരുമാനം ഈ കണ്ണമ്മൂല വാർഡിൽ, എൻ്റെ വാർഡിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ആളുകളോടുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് അവരെന്ത് പറയുന്നു അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ വാർഡിലെ 10-14 റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. ഓക്കെ. അതുപോലെ നാട്ടുകാരുടെ വിവിധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരോടൊക്കെ ചർച്ച ചെയ്ത് ഒരു വികസന പത്രിക തയ്യാറാക്കുകയാണ്. ഇന്ന് അതിൻ്റെ അവസാന രൂപമാകും. ഇന്നലെ വികസന പത്രിക തയ്യാറാക്കി ഈ മുന്നണി സംവിധാനങ്ങൾക്കെല്ലാം കൊടുക്കുക, അതിൻ്റെ ലീഡർഷിപ്പിന് കൊടുക്കുക. അവരിൽ ആരൊക്കെയാണ് അതിൽ 1, 2, 3 പ്രയോറിറ്റി നിശ്ചയിച്ച് ചെയ്തു തരാൻ കഴിയുമെന്ന് പറയുന്നത്, ഉറപ്പ് തരുന്നത്, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു നിലപാട്. ഇന്നലെ അതിന് വേണ്ടി ഏതാണ്ട് 300ഓളം ആളുകൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ചേർന്നു. അതൊരു സ്വീകരണ പരിപാടിയായിരുന്നു, പക്ഷേ ഒരു ഇൻഡോർ പരിപാടിയാണ്. അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തു. നാളെ വൈകിട്ട് 5:30 ഒരു 500ഓളം പേരുടെ ഒരു മീറ്റിംഗ്, വാർഡിലെ 500ഓളം ആളുകളുമായി സംവദിക്കുകയാണ്. അപ്പോൾ അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരടക്കമുണ്ട്. എൻ്റെ ഒപ്പം, ഞാൻ പറഞ്ഞല്ലോ, നടന്നത് എൻ്റെ ഒപ്പം, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എൻ്റെ ഒപ്പം നടന്നത്, പ്രവർത്തിച്ചതെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും സാധാരണക്കാരും രാഷ്ട്രീയമില്ലാത്തവരും എല്ലാം. അല്ലാതെ ഇതിലൊന്നും പെടാത്ത കുറേ ആളുകളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് മത്സരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചകൾക്ക് ശേഷം 26-ന് മുമ്പ് ഒരു തീരുമാനം എടുക്കും. 2-3 സാധ്യതകളാണല്ലോ, അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ. ഒന്നുകിൽ ഇന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണ സ്വീകരിക്കുക. ഇത് 3ഉം ആവാം. അപ്പോൾ ഏതായാലും തയ്യാറാണ്. കണ്ണമ്മൂലയുടെ വികസനം, അതിനാണ് പ്രയോറിറ്റി. അവിടെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് അല്ലേ? ഒരു സംശയവും വേണ്ട. കാരണം ഈ കാലം അത്രയും എന്നെ സംരക്ഷിച്ച ആളുകൾ, അവർക്ക് പകരം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത്? ഇപ്പോൾ ഈ 5 കൊല്ലം കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വനിതാ വാർഡായി മാറും. ഞാനേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായി അതിലേതെങ്കിലും സ്ഥാനം രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർഷിപ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നത് തന്നെയാണ് എനിക്ക് സാർത്ഥകമായിട്ടുള്ളത്. എൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും 3 മുന്നണികളും വന്നു. ഈ പ്രസ് ക്ലബിലെ പ്രവർത്തനങ്ങൾ, ഇത്രയും നാളത്തെ പൊതുപ്രവർത്തനം, ഇതൊക്കെ വെച്ച് ഒരു ധാരണയുണ്ടാകും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും. അപ്പോൾ അങ്ങനെയൊന്നും യാതൊരു പ്രയോറിറ്റിയും കൊടുക്കില്ല ആർക്കും. ഇതുവരെയുള്ള ധാരണകളൊക്കെ മാറ്റിവെച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണോ? ഇല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ ആരോടെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് വെറുപ്പില്ല, പ്രത്യേക മമതയുമില്ല. പിന്നെ കഴിഞ്ഞ 5 കൊല്ലത്തെ നഗരസഭയുടെ ഭരണത്തിൽ ഒരുപാട് വീഴ്ചകളായിരുന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ അതിനെതിരായിട്ട് ആളുകൾ ചിന്തിച്ചത്. ആ വോട്ടുകൾ ഏതൊക്കെ മുന്നണിയിലേക്ക് പോയി, എങ്ങോട്ടൊക്കെ മാറിപ്പോയി, ആർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ പഠിക്കേണ്ട കാര്യമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളൊക്കെ പഠിച്ച് വിലയിരുത്തി നിശ്ചയിച്ചാൽ മതി. ഞാൻ പറഞ്ഞത്
തികച്ചും സ്വതന്ത്രനായി ജയിച്ച ഞാൻ, എന്നെ 50 ആളുകൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും 50 കൗൺസിലർമാർ എന്നെ പിന്തുണച്ചാൽ 50 കൗൺസിലർമാർ പിന്തുണച്ചു എന്ന് ഞാൻ കണ്ടാൽ പോരെ? ഉം. ഞാൻ എന്തിന് ഏതെങ്കിലും പാർട്ടിയുമായി ഒപ്പിട്ട് കരാർ ഒപ്പിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നതേ ഇല്ല. ഞാൻ പറഞ്ഞത് അവർ പാർട്ടി മുന്നണികളൊക്കെ ആയിരിക്കുമല്ലോ ചർച്ച ചെയ്യുക. അതെ. പക്ഷെ ഞാനതിനെ കാണുന്നത് കൂടുതൽ കൗൺസിലർമാർ എന്നെ പിന്തുണച്ചു, അല്ലെങ്കിൽ കൂടുതൽ കൗൺസിലർമാർ മറ്റൊരാളിനെ പിന്തുണച്ചു, അതിൽ എൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ലെങ്കിൽ മാറി നിൽക്കുക, തെരഞ്ഞെടുപ്പ് നിന്ന് വിട്ടു നിൽക്കുക. ഈ 3 സാധ്യതകളെക്കുറിച്ചുമാണ് പരിശോധിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, വാർഡിലെ ആളുകളുമായിട്ട് സംസാരിച്ച് പകുതിയോളമായി കഴിഞ്ഞു. ഓക്കെ. എല്ലാവരുടെ അഭിപ്രായം തേടണം. എല്ലാവരുടെ അഭിപ്രായം തേടി ഒരു തീരുമാനത്തിലേക്ക് എത്തും. ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഓക്കെ. ഈ ആളുകളുടെ എല്ലാം അഭിപ്രായം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ? അതായത് കണ്ണമൂല നിവാസികൾ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അവരും സാധാരണക്കാരാണ്. അവർ നമ്മൾ പറയുമല്ലോ, ചോറ് കഴിക്കുന്നവരാണ്, അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കും. അങ്ങയെ പിന്തുണയ്ക്കുമ്പോഴും ആ ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ടാകും. നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് മറ്റൊന്നാണ്. നമുക്ക് വേണ്ടത് വികസനമാണ്. നമുക്ക് വേണ്ടത് മുന്നോട്ടുള്ള പോക്കാണ്. നമുക്ക് വേണ്ടത് വിവേചനമല്ല, സ്വീകാര്യതയാണ്. ഇൻക്ലൂസീവായി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അവരുടെ അഭിപ്രായം സ്വാഭാവികമായും ലഭിച്ചിട്ടുണ്ടാകണം, അല്ലേ? അല്ല, ഞാനും അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടി. അതുകൊണ്ട് നിങ്ങൾ BJP ആണ് പിന്തുണയ്ക്കേണ്ടത്, എങ്കിലേ ഈ വികസന പ്രവർത്തനങ്ങൾ നന്നായി നടക്കൂ എന്ന് പറയുന്ന കുറേ ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും BJP ഭരണത്തിലെത്തരുത്, അതിന് നിങ്ങൾ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചാൽ മറ്റു 2 മുന്നണികളും LDFും UDFും നിങ്ങളെ പിന്തുണയ്ക്കും, മേയറാക്കും. അതെ, മേയറാക്കും എന്നൊക്കെ പറഞ്ഞുള്ള അക്കാര്യത്തിലും എൻ്റെ വാർഡിലെ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെയുണ്ട്. ഉണ്ട് അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ മൂന്നാമത്തേത്, നിങ്ങൾ ഈ ക്രൈസിസിൽ നിങ്ങൾ ഒപ്പിടരുത്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൈ പൊക്കരുത്, നിങ്ങൾ ആ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കണം. ഓക്കെ. പിന്നീട് ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ, നഗരസഭയുടെ പ്രവർത്തനങ്ങളും തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന കാര്യവും എൻ്റെ വാർഡിൻ്റെ വികസന കാര്യങ്ങളിലുമെല്ലാം പ്രശ്നാധിഷ്ഠിതമായ ഒരു പിന്തുണ ഓരോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ. അത് പറഞ്ഞിട്ട് അത് മാധ്യമങ്ങളോട് പുറം ലോകത്തെ അറിയിക്കുക. മാധ്യമങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പൊതു രംഗത്തേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ ആളുകൾ അയാളെടുത്ത നിലപാട് ശരിയാണ് എന്ന് ബഹുഭൂരിപക്ഷത്തെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ ഒരു നിലപാടുമായി ഉറച്ചു നിൽക്കുക. ഇങ്ങനെ 3 സാധ്യതകൾ വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ജയിച്ചതിന് ശേഷവും ജനങ്ങളുടെ അടുത്തേക്ക് പോയി. സാധാരണഗതിയിൽ ജയിച്ചതിന് ശേഷം ജനങ്ങളുടെ അഭിപ്രായം അധികമൊന്നും കേൾക്കാത്ത രാഷ്ട്രീയ നേതാക്കളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? അതെ. അതിനുശേഷവും 200-300 പേർ പങ്കെടുത്ത ഒരു ഇന്നലെ യോഗം നടന്നു. ഇനിയിപ്പോൾ നാളെ നാളെ നടക്കുന്നുണ്ട്. അതെ, തുടർന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരാളിൽ നിന്നും ഒരു പൈസയുടെ അഴിമതി നടത്താതെ പരസ്യമായി തന്നെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്പോൺസർമാരുടെയും അല്ലെങ്കിൽ ഈ ഒരുപാട് റോഡും പാലവും കോൺക്രീറ്റും ഒക്കെ ചെയ്യുന്നതിൽ വലിയ ലാഭമൊക്കെ ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക് കിട്ടുമെങ്കിൽ അവർ കൃത്യമായി ഇത്ര ശതമാനം കമ്മീഷൻ കൊടുക്കുന്ന വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ആരും തരണ്ട, എൻ്റെ പേര് പറഞ്ഞ് വേറെ ആർക്കും കൊടുക്കുകയും വേണ്ട. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ വാർഡിലെ പാവപ്പെട്ട വീട് മേഞ്ഞ് കൂര മേയാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ പിന്നെ മക്കളെ വിവാഹം ചെയ്യിപ്പിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങൾ, ചികിത്സാ സഹായം ആവശ്യമുള്ള ഇങ്ങനെയുള്ളവർക്ക് നേരിട്ട് തന്നെ അങ്ങ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ചെയ്താലോ എന്നുള്ള വലിയ ആഗ്രഹമാണ്. എത്രത്തോളം നടക്കുമെന്നറിയില്ല. അങ്ങനെയൊക്കെ ചെയ്താലോ എന്നുള്ള വലിയ സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അതിനെ സംബന്ധിച്ച് എനിക്ക് ചോദ്യമുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, ഇപ്പോഴെന്തുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി? അല്ല, ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനാ രംഗത്തും യുവജന രംഗത്തും എല്ലാം സജീവമായി മുഴുവൻ ഇപ്പോഴത്തേക്കാൾ കൂടുതലായി പ്രവർത്തിച്ച കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടിരുന്നത്. CPM-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചേക്കും. പണ്ട് ഒരു 20-25 കൊല്ലം മുമ്പ് തന്നെ ഒരു സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥിയൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് എൻ്റെ ഒരു നിലപാട്, ഞാൻ ശരിക്ക് കൃത്യമായി തന്നെ പറഞ്ഞാൽ കേരളത്തിൽ VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച ഒരു പൊതു നിലപാട്, ഒരു സാമൂഹിക നന്മയുടെ ഒരു എൻ്റെ ഈ ഇലക്ഷനിൽ ഞാൻ വെച്ച സ്ലോഗൻ നന്മയുള്ള കണ്ണമ്മൂല എന്നാണ്. അപ്പം അതുപോലെ നന്മയുള്ള കേരളം, അതിനുവേണ്ടി VS അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച കുറേയേറെ ജനപക്ഷ നിലപാടുകൾ, അതിനോടൊപ്പം അടിയുറച്ചു നിന്ന ഒരാളാണ് ഞാൻ അന്ന്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ കുറേ തിക്താനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു VS പക്ഷക്കാരൻ, കടുത്ത VS അനുകൂലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആക്രമണം നേരിടേണ്ടി വന്നു. കേരളത്തിലുടനീളം പലർക്കും അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്, കേരളത്തിൽ ഒരുപാട് പേർക്കുണ്ട്. പല ആളുകൾ നിലപാട് മാറ്റി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഒരിടത്തും പോകാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, 16 കൊല്ലം മുമ്പ് എൻ്റെ വീട് ആക്രമിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇന്നലെ മരിച്ച നടൻ ശ്രീനിവാസനും VS അച്യുതാനന്ദനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം എൻ്റെ നാട്ടിൽ വലിയൊരു സമ്മേളനം KPSC ലളിത ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് നടത്തിയതിൻ്റെ പേരിൽ എൻ്റെ വീടാക്രമണം അടക്കം അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ
മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വീട് ആക്രമിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ പോലും വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി മാറാൻ ഞാൻ ശ്രമിച്ചില്ല. ഇപ്പോൾ നമ്മൾ ബി ജെ പി വളരുന്നു എന്ന് പറയുമല്ലോ. ബി ജെ പി വളരുന്ന പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനകത്തുള്ളൊരു കാര്യം, ഈ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ, വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ പലർക്കും സീറ്റ് നിഷേധിക്കും, ചിലരെ യോഗ്യരായവരെ സ്ഥാനത്ത് കൊണ്ടുവരില്ല, പൊസിഷൻ അവർക്ക് ശരിയായ പൊസിഷൻ കൊടുക്കില്ല, അല്ലെങ്കിൽ അവരെ തലമണ്ടയ്ക്ക് അടിക്കും, പെടലിക്ക് അടിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കായികമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ കൂടിയാണ് പല ആളുകളും ബി ജെ പിയൊക്കെ ആശ്രയിച്ച് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്തൊക്കെ അങ്ങേക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി ഞാൻ കേട്ടു. അത് ഞാൻ എൻ്റെ തൊട്ടടുത്ത വാർഡിലെ ഒരു ഈ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപമൊന്നും പറയരുതെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് വലിയ മഹാനായ സ്ഥാനാർത്ഥി എന്നാണ് എല്ലായിടത്തും. തൊട്ടടുത്ത വാർഡിൻ്റെ പേര് പോലും ഞാൻ പറയുന്നില്ല. തൊട്ടടുത്ത വാർഡിലൊരു മഹാനായ സ്ഥാനാർത്ഥി ഞങ്ങളെ കണ്ട മാത്രയിൽ തന്നെ, അതായത് 100 പ്രവർത്തകരോടൊപ്പം നിന്നൊരു സ്ഥാനാർത്ഥി, ഞാനും എൻ്റെ സുഹൃത്ത് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ PR പ്രവീണും എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് വിമൽ ജോസും കൂടെ തൊഴിൽ ഭവൻ, ഈ റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയം, അവിടെ ചെല്ലുമ്പോൾ ഈ പൂച്ച എലിയെ കണ്ടതുപോലെ പെട്ടെന്ന് എൻ്റെ കഴുത്തിന് ചാടി പിടിക്കുകയാണ്. എന്നിട്ട് പുറകെ നിന്ന് ആളുകൾ അങ്ങോട്ട് പെടലിക്ക് അടിക്കുകയാണ് പലതവണ. എൻ്റെ സുഹൃത്തുക്കളെയും മർദ്ദിച്ചു, നന്നായി മർദ്ദിച്ചു. അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ആളല്ല. പൊതുരംഗത്ത് രാത്രിയും പകലും ഒറ്റയ്ക്ക് തന്നെ നടക്കുന്ന ആളാണ്. എന്നെ എവിടെ ഇട്ട് വേണമെങ്കിലും ആക്രമിക്കാം. എൻ്റെ വീട് പോലും അങ്ങനെ ഒരു വലിയ സുരക്ഷയുള്ള അടച്ചുറപ്പുള്ള വീടൊന്നുമല്ല. ഏത് തരത്തിലും എന്നെ ആക്രമിക്കാം. പക്ഷേ പരസ്യമായി തല്ലുന്നത് എന്നോടൊപ്പം ചേർന്നവർ. താങ്കൾ മനസ്സിലാക്കേണ്ടത്, എന്നോടൊപ്പം ചേർന്ന ആളുകൾ സാധാരണക്കാർ മാത്രമല്ല, സ്കൂൾ അധ്യാപകർ, 2 സ്കൂളിൻ്റെ, നഗരത്തിലെ പ്രധാനപ്പെട്ട 2 സ്കൂളിൻ്റെ പ്രിൻസിപ്പൽമാർ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു റോഡിലുടനീളം. ഡോക്ടർമാർ, AG's ഓഫീസിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, വിരമിച്ചവർ, അങ്ങനെ ഒരുപാട് പേർ, സാധാരണ മനുഷ്യർ, പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇവരെല്ലാം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 300 പേരൊക്കെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങളൊരു മേധാവിത്വം നേടി, ഒരു മേൽക്കൈ നേടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പരസ്യമായി തല്ലുമ്പോൾ കൂടെയുള്ളവർ സ്കാറ്റർ ചെയ്യപ്പെടും, ചിതറിപ്പോവും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കുറച്ചുകൂടെ ശക്തിയോടെ. അന്നവിടെ കാരണം റിട്ടേണിംഗ് ഓഫീസറുടെ സമീപമാണ്, പോലീസ് ഉണ്ടായിരുന്നില്ലേ? പോലീസ് ഉണ്ടായിരുന്നു. ഞാനവിടെ ഇരുന്നു, കേസെടുക്കണമെന്ന് പറഞ്ഞു, പരാതി കൊടുത്തു, FIR ഇടുമെന്ന് പറഞ്ഞു. ഇലക്ഷന് ഒരു 4 ദിവസം മുമ്പ് മ്യൂസിയം SHO എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരണം. അപ്പം ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പോയില്ല. എൻ്റെ അഡ്വക്കേറ്റ് ഉപദേശിച്ചു ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വൈകിട്ട് 5 മണിക്ക് ഇദ്ദേഹം വിളിച്ചതനുസരിച്ച് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങളെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. അതായത് ഈ 100-200 പേരോടൊപ്പം നിന്ന ഈ സ്ഥാനാർത്ഥി, ഈ മഹാനായ സ്ഥാനാർത്ഥിയെ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം ചെന്ന് അങ്ങോട്ട് കയറി പടപടാന്ന് അടിച്ചു എന്നാണ് മ്യൂസിയം പോലീസ് FIR ഇട്ടിരിക്കുന്നത്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ. ആണ്. അതെ, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുമെന്നാണ് പലരും പറയുന്നത്. അതെ, അങ്ങനെ തന്നെ. ആ SHOയുടെ ഒരു രാഷ്ട്രീയ വിധേയത്വത്തെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുമെങ്കിൽ എനിക്ക് നോട്ടീസ് എഴുതി വെച്ചാൽ ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചില്ല. ഒപ്പിടാത്തത് നിയമപരമായി ശരിയോ തെറ്റോ എന്നുള്ള വേറെ പരിശോധിക്കട്ടെ. ഞാനത് ഇപ്പോൾ കേരളത്തിൻ്റെ പോലീസ് മേധാവി, സ്റ്റേറ്റ് പോലീസ് ചീഫിനെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കോടതി അടക്കം അക്കാര്യത്തിൽ സമീപിക്കും, എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്താൽ. മറ്റൊന്ന്, അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഈ M രാധാകൃഷ്ണൻ പാറ്റൂർ രാധാകൃഷ്ണനായി മാറിയതിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്നാണ് കേൾക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻ നായർ എന്നാണ്. ആ M എൻ്റെ പേരിനൊപ്പം ഉണ്ടാകണമെന്നാണ് എക്കാലവും എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു 1.5 വർഷമേ ആയിട്ടു. അപ്പോൾ അച്ഛൻ എനിക്കൊരു വലിയ ഒരു പാഠമാണ്. അച്ഛൻ്റെ വലിയ അധ്വാനം, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഭയങ്കരമായ അധ്വാനമാണ് എൻ്റെ ജീവിതം. ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഉണ്ടായൊരു ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എൻ്റെ പേരിനോടൊപ്പം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാനീ പറഞ്ഞ ഒരു ഗൂഢസംഘം എൻ്റെ വാർഡിലും തൊട്ടടുത്ത വാർഡുകളിലുമായി വലിയ റിയൽ എസ്റ്റേറ്റ്, മറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തി, ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ നന്നായി കോടീശ്വരന്മാരായി ജീവിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ഇവർ ചേർന്ന് 4 അപരന്മാർ, എൻ്റെ കൂട്ടുകാരായ 4 രാധാകൃഷ്ണന്മാർ, കൂട്ടുകാരെന്ന് ഞാൻ ഇട്ടത് ഒരു കൊട്ടേഷനകത്ത് പറഞ്ഞതാ. അപ്പോൾ മറ്റ് പാർട്ടികൾ, എല്ലാ വാർഡുകളിലും തൊട്ടടുത്ത വാർഡുകളിലെല്ലാം സാധാരണ പോലെ കേരളത്തിലെമ്പാട് സംഭവിക്കുന്നത് പോലെ മെയിൻ സ്ട്രീം പാർട്ടികളെല്ലാം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അപരന്മാർ, അതേ പേരുകാരാണ്, അവരെ നിർത്തിയിരിക്കുന്നു. ഇവിടെ മാത്രം മെയിൻ 3 മുന്നണികൾക്കും അപരന്മാരില്ല. അത് അവരുടെ ആരുടെയെങ്കിലും പേര് ഈശ്വരപ്രസാദ് എന്നായതുകൊണ്ടല്ല, കോമൺ നെയിമാണ്. എല്ലാവരും കോമൺ, അപൂർവ പേരാണെങ്കിൽ കിട്ടിയില്ല എന്ന് പറയാം. ആരെയും നിർത്തിയിട്ടില്ല. എൻ്റെ നേരെ മാത്രം ഈ എല്ലാവരും കൂടെ ചേർന്നൊരു 4 രാധാകൃഷ്ണന്മാരെ നിർത്തിയപ്പോൾ അത് ഞാൻ വെട്ടിലായി. ശരിക്കും വലിയ പ്രയാസം അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ പേരൊന്ന് മാറ്റണം, പാറ്റൂർ രാധാകൃഷ്ണൻ ആക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ആദ്യം റിട്ടേണിംഗ് ഓഫീസർ അത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് അത് സമ്മതിച്ചു.
അത് കാരണം എനിക്കുണ്ടായ വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്ററുകളും മാറ്റേണ്ടി വന്നു. എല്ലാ ബോർഡുകളും മാറ്റേണ്ടി വന്നു, എല്ലാ ചുവരുകളും മാറ്റി എഴുതേണ്ടി വന്നു. ഇരട്ടിപ്പണി, സാധാരണ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പണി ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, ഞാൻ ആവശ്യപ്പെട്ട മൊബൈൽ ഫോൺ ചിഹ്നം അത് മറ്റു ആളുകൾക്ക് ചോർത്തി കൊടുത്തിട്ട് അവരെ കൊണ്ടും അത് ആവശ്യപ്പെട്ടു. പിന്നെ അത് നറുക്കിട്ടപ്പോൾ അപ്പോഴും ഒരു ഭാഗ്യം എന്നെ തുണച്ചു, എനിക്ക് തന്നെ കിട്ടി. അതാണ് ആ കാര്യത്തിൽ സംഭവിച്ചത്. എം രാധാകൃഷ്ണൻ എന്ന പേര് തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാലറ്റിൽ ആ സൗകര്യത്തിന് വേണ്ടി, ആൾ തിരിച്ചറിയാൻ വേണ്ടി പാറ്റൂർ എൻ്റെ സ്ഥലനാമം കൂടെ ചേർത്തു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ പിന്നീട് ഈ ചിഹ്നവും പേരും ഒക്കെ ആൾക്കാരെ ബോധ്യപ്പെടുത്താനും കുറേയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. കയറി ഇറങ്ങി ആളുകളെ പഠിപ്പിക്കേണ്ടി വന്നു. സമ്പൂർണ്ണ സാക്ഷരത എന്ന് ഉദ്ഘോഷിക്കുന്ന സ്ഥലത്താണ് ഈ അപരന്മാരെ നിർത്തിയാൽ വോട്ട് തട്ടാം എന്ന് സാക്ഷരതയുടെ വക്താക്കൾ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെ അത്ര വിദ്യാഭ്യാസം ഒക്കെ കുറഞ്ഞ, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ പഠിപ്പിക്കേണ്ടി വന്നു, നന്നായി പഠിപ്പിക്കേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ നയങ്ങളുണ്ട്, അടവ് നയങ്ങളുണ്ട്, ഇവയ്ക്കെല്ലാം തന്നെ പയറ്റിത്തെളിഞ്ഞ നേതാക്കളുമുണ്ട്. അവരുടെയൊക്കെ തന്നെ തന്ത്രങ്ങളെക്കുറിച്ചും കുതന്ത്രങ്ങളെക്കുറിച്ചും ബോധവാനായിരിക്കണം. ഇനി എടുക്കുന്ന തീരുമാനം നാടിൻ്റെ വികസനം, നാട്ടുകാരുടെ അഭിപ്രായം എല്ലാം മാനിച്ചുകൊണ്ടുമായിരിക്കും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുമായിരിക്കും, അല്ലേ? അല്ല, എൻ്റെ ഒരു പൊസിഷനിങ് ഒരു പ്രശ്നമല്ല. കാരണം ആളുകളുടെ ഹൃദയത്തിലാണ് എൻ്റെ പൊസിഷൻ ഇപ്പോൾ, ഒരു ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ളത്. അപ്പോൾ അത് നന്നായി പാലിച്ചു പോയി, കൊള്ളാം, 5 കൊല്ലം ഇയാൾ നന്നായി ചെയ്തു, ഇങ്ങനെ ആയിരിക്കണം ഒരു കൗൺസിലർ, ഇങ്ങനെ ആയിരിക്കണം ഒരു കൗൺസിലർ എന്ന് ആളുകളെ കൊണ്ട് പറയിച്ചാൽ ഞാൻ സന്തോഷവാനാണ്. അല്ലെങ്കിൽ ആളുകൾ പറയും കൊള്ളില്ല, ഇയാളെ തിരഞ്ഞെടുത്തിട്ട് ഒരു ഗുണമുണ്ടായില്ല എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുക്കാനെന്നാണ് എൻ്റെ മനസ്സ് പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ. ഒരു ചോദ്യം, അത് ചെറിയ ചുരുങ്ങിയ വാക്കുകളിൽ പറയാമെങ്കിൽ, കണ്ണമ്മൂലയുടെ വികസനം അതാണ് തയ്യാറാക്കി, അതിനൊരു രൂപരേഖ തയ്യാറാക്കിയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നത്. 1-2 കാര്യങ്ങൾ കണ്ണമ്മൂലയുടെ മുഖച്ഛായ മാറ്റുന്നത് എന്തായിരിക്കും? അതിൻ്റെ വികസന പത്രിക തയ്യാറായി വരുന്നു, നാളെ കൊണ്ട് പൂർത്തിയാവുന്നതാണ് കരുതുന്നത്. കണ്ണമുലയിൽ വെള്ളക്കെട്ടിൻ്റെ ഒരു ദുരിതം, വെള്ളക്കെട്ടിൻ്റെതുണ്ട്. ആമേഴഞ്ചാൻ തോടും മറ്റു പട്ടം തോടും ഒക്കെ ഒഴുകുന്നത് കാരണമുള്ള വലിയ പ്രയാസങ്ങൾ, കൊതുക്, മാലിന്യം, ഇതൊരു വലിയ ദുരിതമാണ്. മാലിന്യം ഒഴുകി നടക്കുകയാണ്. അതുമാത്രമല്ല, മനസ്സിലാക്കേണ്ടത് ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെയാണ്. അപ്പോൾ മറ്റു വാർഡുകളിൽ എത്തിയിട്ടുള്ള വികസനമൊന്നുമില്ലാതെ ഏറെ ഒരുപാട് അവഗണിക്കപ്പെട്ട ഒരു വാർഡാണ്. അതുപോലെ ഈ സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി, ഇപ്പോൾ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന മേഖലകളിൽ വെച്ചു കൊടുത്തിട്ടുള്ള വീടുകളൊക്കെ കുടുസുമുറികൾ, മക്കളൊന്ന് വലുതായി വിവാഹം കഴിച്ചാൽ പിന്നെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥ, പൊട്ടിപ്പൊളിയുന്നു. ചില വീടുകളിൽ ടെലിവിഷനൊക്കെ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയിട്ടിരിക്കുകയാണ്, കാരണം വെള്ളം ചോർച്ച നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിയുമെങ്കിൽ അതൊക്കെ തന്നെ ഒരു പുനർനിർമ്മിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ലൊരു ഫണ്ട് അനുവദിച്ച ആ വീടുകൾ, ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം, ഈ പാറ്റൂർ വാഴപ്പണ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതുപോലെ പുത്തൻപാലം കണ്ണമ്മൂലയുടെ ദുർബല വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള കെട്ടിടങ്ങൾ തികച്ചും ആളുകൾക്ക് ജീവിക്കാൻ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഡ്രെയിനേജ് സംവിധാനമില്ല, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, വളരെ ദുരിതപൂർണമായ ജീവിതമാണ്. അത് മുഴുവൻ മാറ്റി പുതിയത് നിർമ്മിച്ച് ആളുകളെ അന്തസ്സായി ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. പിന്നെ ഈ മൂടാത്ത കനാലുകൾ, തോടുകൾ, ഇതെല്ലാം ഒരുപാട് ഞാൻ ഓരോന്നായി പറഞ്ഞും തീർക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള സംവിധാനം, അതിനാണ് ഞാൻ ആരാണ് എന്നെ സഹായിക്കും എന്ന് ചോദിച്ചത്. ഓക്കെ, തീർച്ചയായിട്ടും വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായുള്ള ഉത്തരം ഇപ്പോൾ ആവേശത്തിൽ മുന്നണി നേതാക്കൾ നൽകുമായിരിക്കും. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നവരുടെ വാക്ക് ഏത് എന്ന് തിരിച്ചറിയുന്നത് വളരെ കഠിനവും തന്നെ ആയിരിക്കും. എന്തായാലും ഒരു കാര്യം അത് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ജനങ്ങളെ വിളിച്ചുകൂട്ടുന്നു, അവരുടെ അഭിപ്രായം കേൾക്കുന്നു, അവരുമായി ആശയവിനിമയം നടത്തുന്നു, അത് ഇനിയും തുടരും എന്ന് ഉറപ്പിച്ച് പറയുന്നു. കൊള്ളാം, ഈ മാതൃക മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതുപോലെ തന്നെ കണ്ണമ്മൂലയുടെ മുഖച്ഛായ മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം അത് ചെലുത്തുവാനുള്ള സാഹചര്യവും ഉരുത്തിരിഞ്ഞു വരട്ടെ. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ശ്രീ എം രാധാകൃഷ്ണന് ഉണ്ട്. എം രാധാകൃഷ്ണൻ പാറ്റൂർ രാധാകൃഷ്ണൻ ആയത് എങ്ങനെ എന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. എല്ലാവിധ ആശംസകളും നേരാം അദ്ദേഹത്തിന്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.